ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു റേജിൻ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഇന്നൊരു മിനി വ്ളോഗാണ്, ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് ലുലു മോളിൽ പോവാണ്. ഷോപ്പിങ്ങിന് പോകണം. പിന്നെ ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ബ്രഹ്മയുഗം കാണാൻ വേണ്ടിയിട്ട്. കണ്ടിട്ടില്ലായിരുന്നു, കുറേ ആയിട്ട് നമ്മൾ കാണണം, പക്ഷേ ഏട്ടന് ഷൂട്ടിൻ്റെ ഇതും എല്ലാം കൂടി ആയിട്ട് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ നൈറ്റ് മീൻസ് ഒരു ഈവനിങ് ആ ഒരു ടൈം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ്, ലൈറ്റ് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. ഞങ്ങളിത് നേരെ പാർക്കിങ്ങിലോട്ട് പോയി. എന്നിട്ട് ആദ്യം പർച്ചേസ് ചെയ്തിട്ട് ഫിലിമിന് കയറാമെന്ന് വിചാരിച്ചിട്ടാണ് പോണത്. കാരണം പിന്നെ അഥവാ ഫിലിം കഴിഞ്ഞ് ലേറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഷോപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ. അപ്പോൾ ഞങ്ങളിത് പാർക്കിങ്ങിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം നൈറ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ മാക്സിമം ആ എൻട്രൻസിൻ്റെ അവിടെ തന്നെ പാർക്കിംഗ് കിട്ടിയാലും ഞങ്ങൾക്ക് സാധനങ്ങൾ ടേക്ക് കെയർ ചെയ്യാൻ കുറച്ച് എളുപ്പമാണല്ലോ. അപ്പം ഞങ്ങളിത് ഇങ്ങനെ സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എവിടെയെങ്കിലും അവൈലബിലിറ്റി കിട്ടുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾക്ക് കാറ് പാർക്ക് ചെയ്യാൻ കിട്ടി. അത് കഴിഞ്ഞത് ഞങ്ങൾ എസ്കലേറ്ററിൽ കണ്ടില്ലേ, ഫുൾ ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളിത് ചുമ്മാ വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ സൈഡിൽ കൂടെ ഒരാളിങ്ങനെ വീഡിയോ നോക്കുന്നുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ആ ഷോപ്പിംഗ് ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ സൈഡിലൊക്കെ നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ ട്രോളി എടുത്ത് സാധനങ്ങളൊക്കെ ഓരോന്നോരോന്ന് ലിസ്റ്റ് ഇട്ടതൊക്കെ ഓരോന്നോരോന്ന് എടുത്തു. അവസാനം ബില്ല് ചെയ്യാൻ നിന്നു. കാരണം എല്ലാം തിരക്കിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം കാരണം ഞങ്ങൾക്ക് സിനിമ മിസ്സാവരുതല്ലോ. അപ്പം ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആയതുകൊണ്ടൊരു സമാധാനമുണ്ട്. PVR തന്നെ ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിത് കാറിലോട്ട് സാധനങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ മൂവി കാണാൻ പോകാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ ഇത് ഞാൻ എല്ലാം കാറിലോട്ട് വെക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ഫിലിമിനെ പറ്റി പറയാനാണെങ്കിൽ ഭയങ്കര നല്ല പടമായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു. മമ്മൂക്കൊരു രക്ഷയില്ലായിരുന്നു. ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ, അടിപൊളിയായിരുന്നു. ഞാൻ പെട്ടെന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നുള്ളത് ഞാൻ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് കുറച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും പിന്നെ കാണിക്കുക. പക്ഷേ ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. ഞാനും കുറേ കാലത്തിൻ്റെ ഇടയ്ക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി ഫുൾ ഇരുന്ന് കാണുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ മറൈൻ ഡ്രൈവിൻ്റെ സൈഡിലോട്ട് പോയി. അപ്പോൾ ഞങ്ങൾക്ക് നൈറ്റ് ടൈമിൽ അവിടെ വൈപ്പിൽ പോയിട്ട് ഫിഷ് കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി പോയതായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയില്ല, അപ്പോഴത്തേനും അടച്ചു പോയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ തിരിച്ച് കലൂർ സ്റ്റേഡിയത്തിൻ്റെ അവിടെ വന്നിട്ട് ഞങ്ങൾ ചുമ്മാ ഒരു കട്ടനൊക്കെ കുടിക്കാമെന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ നമ്മൾ കട്ടനും പുട്ടും എന്നുള്ളൊരു ഷോപ്പുണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് ഈവനിങ് പോകുന്നതാണ്. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങളിതേ കട്ടനൊക്കെ കുടിച്ച് അങ്ങനെ ഒരു നൈറ്റ് സ്പെൻഡ് ചെയ്ത് തിരിച്ച് വീട്ടിലോട്ട് പോയി.